വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. ചക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്തകളുമായി വൺ TV ന്യൂസ് വീണ്ടും. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി ഭൂമി എന്ന ആവശ്യം യാഥാർത്ഥ്യമായി. പൂക്കോട്ടുംപാടം തോട്ടേക്കാടിൽ കണ്ടെത്തിയ 5 ഏക്കർ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി. സാങ്കേതിക നടപടികൾ കൂടി കഴിഞ്ഞാൽ കെട്ടിട നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്ന് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ്. MP ഫണ്ടിന്റെയും കേന്ദ്ര ഫണ്ടിന്റെയും അവലോകനം. വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി MP-യുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. നിലമ്പൂർ വനമേഖലയിലെ ചോലനായ്ക്കർ ഉൾപ്പെട്ട ആദിവാസി വിഭാഗത്തിന് ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായങ്ങൾ എത്തിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി. ആരോഗ്യമേഖലയിൽ സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ വിജയകരമെന്ന് കായിക ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി V. അബ്ദുറഹിമാൻ. നിലമ്പൂർ നഗരസഭയിലെ മുമ്മുള്ളി കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് കാർഡ് വിതരണവും സ്ത്രീ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വിശദമായ വാർത്തകൾ നോക്കാം. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായ ഭൂമി എന്ന ആവശ്യം യാഥാർത്ഥ്യമായി. പൂക്കോട്ടുംപാടം തോട്ടേക്കാടിൽ കണ്ടെത്തിയ 5 ഏക്കർ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ ഇന്ന് പൂർത്തിയായി. സാങ്കേതിക നടപടികൾ കൂടി കഴിഞ്ഞാൽ കെട്ടിട നിർമ്മാണവും ഉടൻ ആരംഭിക്കുവാനാകും. പൂക്കോട്ടുംപാടത്ത് ഗവൺമെന്റ് കോളേജ് 2018 വാടക കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയത്. പിന്നീട് അസൗകര്യങ്ങളെ തുടർന്ന് ഇവിടെ നിന്ന് അത് നിലമ്പൂരിലേക്ക് മാറ്റുകയായിരുന്നു. പൂക്കോട്ടുംപാടത്തോ നിലമ്പൂരിലോ എവിടെയാണ് ഗവൺമെൻറ് കോളേജ് ആരംഭിക്കുക എന്ന ഒരു ആശങ്കയും ഏറെ വർഷങ്ങളായി നിലനിന്നിരുന്നു. 2016 നിലമ്പൂരിന് ഗവൺമെൻറ് കോളേജ് അനുവദിച്ചത്. എന്തായാലും 9 വർഷം പിന്നിടുമ്പോൾ സ്വന്തം ഭൂമിയിലേക്ക്, സ്വന്തം കെട്ടിടത്തിലേക്ക് നിലമ്പൂർ ഗവൺമെൻറ് കോളേജ് മാറാൻ പോകുമ്പോൾ അത് പൂക്കോട്ടുംപാടത്തിൻ്റെ വികസന രംഗത്തിനും പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. മലയോര മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്തിന് പുതിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അമരമ്പലം പഞ്ചായത്തിലെ തോട്ടേക്കാട് സംസ്ഥാന പാതയോരത്ത് ഗവൺമെൻറ് കോളേജിന് 5 ഏക്കർ ഭൂമി സ്വന്തമായി മാറിയത്. വിവിധ വകുപ്പുകളുടെ ചുവപ്പ് നാടകളിൽ കുരുങ്ങി നീണ്ടുപോയ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ ഇന്ന് പൂർത്തീകരിച്ചു. സ്ഥല ഉടമ കോളേജിനായി ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകി. സ്പെഷ്യൽ തഹസിൽദാർ K. ശബരിനാഥിൻ്റെ മേൽനോട്ടത്തിലാണ് രജിസ്റ്റർ നടപടികൾ പൂർത്തിയാക്കിയത്. പ്രസ്തുത സ്ഥലത്തേക്കുള്ള വഴിക്കായി ഗ്രാമപഞ്ചായത്ത് 50 സെന്റ് സ്ഥലം നേരത്തെ തന്നെ ഏറ്റെടുത്ത് ആസ്തിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. നമുക്കറിയാം, നിലമ്പൂർ ഗവൺമെൻറ് കോളേജിന് ഭൂമി ഏറ്റെടുക്കൽ നടപടി ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് സ്ഥലം തന്ന മുഹമ്മദ് അലിയാക്ക ഇന്ന് വന്നു. നമുക്ക് സ്ഥലം രജിസ്റ്റർ തന്നു ഒപ്പിട്ടിരിക്കുകയാണ്. ഇനി നിലമ്പൂർ ഗവൺമെൻറ് കോളേജ് അമരമ്പലത്ത് തന്നെ, അതിലൊരു ആശങ്കയും ആർക്കും വേണ്ട.
നമുക്കറിയാം ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് നമ്മൾ ഈ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു വ്യക്തി സ്ഥലം വാങ്ങുന്ന മാതിരിയല്ല, പിന്നെ ഒരു സർക്കാർ ഒരു സ്ഥലം വാങ്ങുമ്പോൾ അതിന് ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാണ് ഈ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. ഇനി ഇതിനുള്ളത് ഒരു അവാർഡ് എന്നുള്ളതാണ്. ഏതാണെങ്കിലും ഈ 30-ാം തീയതിക്കുള്ളിൽ അത് അവാർഡ് പ്രക്രിയയും കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് അടുത്തത് ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ്. ടെൻഡർ നടപടി കിക്കോ ആണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല. കിക്കോ പിന്നെ അത് ടെൻഡറിലേക്ക് പോകും. അതിന് DPR തയ്യാറാക്കി കഴിഞ്ഞു. എന്താണെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കിഫ്ബിയിൽ നിന്ന് 12 കോടി റുപ്യയാണ് ഇതിൻ്റെ ഈ കോളേജിൻ്റെ കെട്ടിടത്തിന് അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ട ഫണ്ടും അനുവദിച്ചു കഴിഞ്ഞു. അത് ഉടനെ തന്നെ അത് പിന്നെ സ്ഥലം തന്ന ആളെ അക്കൗണ്ടിലേക്ക് കൈമാറും. 2016 നിലമ്പൂരിന് അനുവദിച്ച ഗവൺമെൻറ് കോളേജ് 2018 പൂക്കോട്ടുംപാടത്ത് സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയത്. അക്കാലം മുതൽ കോളേജിന് സ്ഥലം കണ്ടെത്തുവാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും നടപ്പിലായില്ല. ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി പ്രത്യേക താൽപ്പര്യമെടുത്താണ് സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ചത്. ഭൂമി ഏറ്റെടുക്കുവാൻ ആദ്യഘട്ടത്തിൽ അനുവദിച്ച തുക മതിയാകാതെ വരികയും പിന്നീട് കിറ്റ്കോ ലിമിറ്റഡ് പുനരവലോകന പ്രകാരം തുക വർദ്ധിപ്പിച്ചാണ് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുവാൻ സാധിച്ചത്. ഏറ്റെടുത്ത ഭൂമിയുടെ നടപടിക്രമങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അടുത്തയാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കും. ഇതോടെ കെട്ടിട നിർമ്മാണവും ആരംഭിക്കുവാൻ സാധിക്കും. കെട്ടിട നിർമ്മാണത്തിനായി 12 കോടി രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. കിഫ്ബി വഴിയാകും നിർമ്മാണം. സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായ സ്ഥിതിക്ക് ഉടൻ തന്നെ കെട്ടിട നിർമ്മാണ നടപടികൾ ആരംഭിക്കുമെന്ന് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ 1 TV-യോട് പറഞ്ഞു. നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിൽ നിലമ്പൂരിലെ സ്വകാര്യ കെട്ടിടത്തിലാണ് ഗവൺമെൻറ് കോളേജ് പ്രവർത്തിക്കുന്നത്. സ്വന്തമായി ഭൂമിയായതോടെ ഉടൻ കെട്ടിട നിർമ്മാണം പൂർത്തിയായി പുതിയ കെട്ടിടത്തിലേക്ക് കോളേജ് മാറുന്നതോടുകൂടി നിലമ്പൂരിലെ വിദ്യാഭ്യാസ രംഗത്തിന് അത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചേക്കും. അതുപോലെ തന്നെ അവാർഡ് പിന്നെ നടപടിക്രമം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അമരമ്പലത്ത് വെച്ച് തന്നെ ഈ ആധാരം കൈമാറുന്ന ചടങ്ങും അതുപോലെ തന്നെ ഫണ്ട് കൈമാറുന്ന ഒരു ചടങ്ങും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു മിനിസ്റ്ററും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സ്ഥലം MLA ആര്യാടൻ സോക്കത്ത്, അതുപോലെ രാജ്യസഭ MP അബ്ദുൽ വഹാബാക്ക, അതുപോലെ തന്നെ കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപകർ, വിദ്യാർത്ഥികൾ, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടി എല്ലാ വിഭാഗത്തിലെ ആളുകളെയും, അതുപോലെ തന്നെ കലാ കായിക സാംസ്കാരിക രംഗങ്ങൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തി നമ്മുടെ നാടിൻ്റെ ഒരു ആഘോഷമാക്കി മാറ്റും അന്നത്തെ ആ കൈമാറൽ ചടങ്ങ്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നിലമ്പൂർ ഗവൺമെൻറ് കോളേജ് എന്നുള്ളത് നമ്മുടെ പ്രത്യേകിച്ച് അമരമ്പലത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആഗ്രഹം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. അപ്പം ആ ഒരു സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു വലിയ പരിപാടി തന്നെ നടത്താനാണ് പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിച്ചിട്ടുള്ളത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ MP ഫണ്ട് കേന്ദ്ര പദ്ധതികളുടെ അവലോകനം നടന്നു. പ്രിയങ്ക ഗാന്ധി MP-യുടെ നേതൃത്വത്തിൽ മലപ്പുറം കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം നടന്നത്. MP-യുടെ പ്രാദേശിക വികസന പദ്ധതികളുടെയും NHM-ന്റെ കീഴിലുള്ള വിവിധ ആരോഗ്യ പദ്ധതികൾ, PMGSY, വിവിധ CSS പദ്ധതികളുടെ അവലോകനമാണ് നടന്നത്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അവലോകന യോഗത്തിൽ പങ്കെടുത്തു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലായി രാഹുൽ ഗാന്ധി MP ആയിരുന്ന കാലയളവിൽ അനുമതി ലഭിച്ച 53 പദ്ധതികളിൽ 45 വികസന പദ്ധതികളാണ് പൂർത്തിയായത്. 8 പദ്ധതികൾ പുരോഗമിച്ചു വരികയാണ്. പ്രിയങ്ക ഗാന്ധി MP ആയതിനു ശേഷം ശുപാർശ ചെയ്ത 27 പദ്ധതികളിൽ 7 പദ്ധതികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ബാക്കിയുടെ നടപടികൾ പൂർത്തിയായി വരികയാണ്. തുവ്വൂർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ നിർമ്മാണം ഡിസംബർ 31 പൂർത്തിയാവും. വികസന പദ്ധതികളിൽ ഇതുവരെ എസ്റ്റിമേറ്റ് സമർപ്പിക്കാത്തതും പുരോഗമിക്കുന്നതുമായവ വേഗത്തിൽ പൂർത്തിയാക്കുവാൻ MP നിർദ്ദേശം നൽകി. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിലെ മണ്ഡലത്തിലെ വിവിധ പദ്ധതികളുടെ അവലോകനവും ചെയ്തു. നിലമ്പൂർ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് രക്തം ശേഖരിച്ച് കൃത്യമായ താപക്രമീകരണത്തോടെ നിലമ്പൂർ രക്തബാങ്കിൽ എത്തിക്കുന്നതിനായുള്ള ബ്ലഡ് ട്രാൻസ്പോർട്ടേഷൻ വാൻ ആരോഗ്യവകുപ്പിൻ്റെ മലപ്പുറം ജില്ലാ വാക്സിൻ സ്റ്റോറിൽ നിന്നും വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ ദുർഘട ആദിവാസി മേഖലകളിലേക്ക് രോഗപ്രതിരോധ കുത്തിവയ്പ്പിനുള്ള വാക്സിൻ ട്രാൻസ്പോർട്ടേഷൻ വാൻ, നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ട്രൈബൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന് പുതിയ 4-വീൽ ഡ്രൈവ് ജീപ്പ് എന്നീ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് MP പറഞ്ഞു.
വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ജില്ലയിൽ PMGSY പദ്ധതി പ്രകാരം 78.08 കിലോമീറ്റർ നീളത്തിൽ 17 റോഡ് വികസന പദ്ധതികൾക്കാണ് അനുമതി ലഭിച്ചത്. ഇവയിൽ 9 പദ്ധതികൾ പൂർത്തിയായി. ബാക്കിയുള്ള 6 എണ്ണം അന്തിമഘട്ടത്തിലാണ്. എടക്കര മൂത്തേടം പഞ്ചായത്തുകളെ യോജിപ്പിക്കുന്ന മുപ്പിനി പാലത്തിന്റെ പുനർനിർമ്മാണവും ഇവയിൽ ഉൾപ്പെടും. ഇതുകൂടാതെ MP നൽകിയ 55 റോഡ് വികസന പദ്ധതികൾ സംസ്ഥാനതല സമിതിയുടെ പരിഗണനയ്ക്കായി അയച്ചിട്ടുണ്ട്. യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. MLA മാരായ ആര്യാടൻ ഷൗക്കത്ത്, AP അനിൽകുമാർ, PK ബഷീർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ADM NM മെഹർ അലി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ AD ജോസഫ്, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. Many different concerns here. We just did a review of the developmental works, the MP, LADs, PMGSY and all that. It seems some of them are going well, some of them are not going so well, and there's some delays in those, so we reviewed that. And aside from that, we had a meeting, since I had visited the Cholanaika tribe, we had a meeting to discuss what their problems are and how we can cooperate all together, all of us, to try to help solve their problems. നിലമ്പൂർ വനമേഖലയിലെ ചോലനായ്ക്കർ ഉൾപ്പെടെ ആദിവാസി വിഭാഗത്തിന് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായങ്ങൾ എത്തിക്കുന്നതിന് അവരുമായുള്ള ആശയവിനിമയം ശക്തിപ്പെടുത്തണമെന്ന് പ്രിയങ്ക ഗാന്ധി MP. മലപ്പുറം കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് MP ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത്. കഴിഞ്ഞ ദിവസം കരുളായിലെത്തിയ MP ചോലനായ്ക്കരുടെ വിഷയങ്ങൾ നേരിലറിയുന്നതിന് വേണ്ടി ഉൾക്കാട്ടിലെ ഇവരുടെ മേഖലകൾ സന്ദർശിച്ചിരുന്നു. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് MP ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത്. പട്ടികവർഗ വിഭാഗത്തിന് ആവശ്യമുള്ളതാണോ എന്ന് പരിഗണിക്കാതെയാണ് പലപ്പോഴും ഭക്ഷ്യധാന്യങ്ങളുടെയും മറ്റും വിതരണം നടത്തുന്നതെന്നും താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതെന്നും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായങ്ങൾ എത്തിക്കുമ്പോഴേ അവ ഫലപ്രദമാവുകയുള്ളൂവെന്നും MP പറഞ്ഞു. ഇതിനായി കൃത്യമായ ഇടവേളകളിൽ ഉദ്യോഗസ്ഥർ അവരുമായി ആശയവിനിമയം നടത്തണം. വനാവകാശ നിയമപ്രകാരം ആദിവാസികൾക്ക് ഭൂമി ലഭ്യമാക്കുവാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും തുടർന്ന് നടക്കുന്ന അവലോകന യോഗങ്ങളിൽ ഇക്കാര്യം ചർച്ച ചെയ്യാമെന്നും MP പറഞ്ഞു. ആരോഗ്യമേഖലയിൽ സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ വിജയകരമെന്ന് കായിക ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ. നിലമ്പൂർ നഗരസഭയിലെ മുമ്മുള്ളി കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് കാർഡ് വിതരണം, സ്ത്രീ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം എന്നിവ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മേഖലയിൽ തന്നെ പുതുതായി വന്ന നഗരാരോഗ്യ കേന്ദ്രങ്ങൾ അത് നഗരസഭയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ എത്തിക്കാൻ കഴിഞ്ഞു. അതിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എത്രയോ ഡിപ്പാർട്ട്മെന്റുകൾ, ക്യാൻസർ സ്ക്രീനിങ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇതിലൂടെ പൊതുജനങ്ങൾക്ക് നൽകാൻ കഴിയുകയാണ്. പ്രത്യേകിച്ച് നഗരസഭയിൽ തന്നെ ഉൾഭാഗങ്ങളിലാണ് വ്യത്യസ്തങ്ങളായുള്ള നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ടൗണിൽ താലൂക്ക് ആശുപത്രിയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്വകാര്യ ആശുപത്രിയിലോ ഇനി പോകേണ്ട ആവശ്യമില്ല. സംസ്ഥാന ആരോഗ്യരംഗത്ത് അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത്. ആരോഗ്യമേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും നൽകുന്ന സേവനങ്ങളിലൂടെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. ആശുപത്രികളിൽ മുൻപ് ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോൾ. പുതിയ കാലത്തിനനുസൃതമായി പുതിയ രോഗങ്ങളുമുണ്ട്. അവയെ പ്രതിരോധിക്കുവാൻ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം വലുതാണ്. അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ നൂതന സേവനങ്ങൾ നമ്മുടെ നാട്ടിലും ഉടൻ പ്രാവർത്തികമാക്കും. വാടക കെട്ടിടത്തിലെ മുമ്മുള്ളി കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുവാനുള്ള ഫണ്ട് നീക്കിവെച്ച് ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മന്ത്രി ഹെൽത്ത് കാർഡ് വിതരണം ചെയ്തു. കാർഡിലെ QR കോഡ് സ്കാൻ ചെയ്ത് വേണം OP ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാൻ. ആരോഗ്യവകുപ്പ് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ T അനൂപ്, നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ കക്കാടൻ റഹീം, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ PM ബഷീർ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സ്കറിയ കിനാംതോപ്പിൽ, കൗൺസിലർമാരായ UK ബിന്ദു, റനീഷ് കുപ്പായി, ശബരീശൻ പൊറ്റക്കാട്, ഗോപാലകൃഷ്ണൻ, സ്വപ്ന, ആസിയ താജിയ, ഖൈറുനീസ, മുമ്മുള്ളി കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജെബി ജോർജ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു.
നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ ലോക ടൂറിസം ഭൂപടത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ ഡിസംബർ 15 മുതൽ ജനുവരി 15 വരെ നടത്തുന്ന നിലമ്പൂർ ടൂറിസം ഫെസ്റ്റിന്റെ ലോഗോ പ്രകാശനം നടത്തി. MP പ്രിയങ്ക ഗാന്ധിയാണ് ലോഗോ പ്രകാശനം ചെയ്തത്. B2 മീറ്റ്, കോൺക്ലേവ് ബിസിനസ് മീറ്റ്, വിവിധ എക്സ്പോകൾ, ഫുഡ് ഫെസ്റ്റിവൽ, ഫ്ലവർ ഷോ തുടങ്ങി ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകൾ ഉൾക്കൊള്ളുന്നതാണ് നിലമ്പൂർ ഫെസ്റ്റ്. ലോഗോ പ്രകാശന പരിപാടിയിൽ അനിൽകുമാർ MLA, PK ബഷീർ MLA, ടൂറിസം ഓർഗനൈസേഷൻ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവിശ്ശേരി, PV സനിൽകുമാർ, വിനോദ് P മേനോൻ, അഷറഫ് ലബ്ബ, PM ഖാലിദ്, P ആഷിഖ് റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. 9 വർഷത്തോളമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന തിരുവാലി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വയനാട് MP പ്രിയങ്ക ഗാന്ധിയാണ് നിർവഹിച്ചത്. വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ള ഒരു ദിനത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ 9 വർഷത്തോളം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച ഈ പാലിയേറ്റീവ് ഇന്ന് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി വളരെ നല്ല നിലയിലുള്ള ഒരു ഉദ്ഘാടന കർമ്മമാണ് നമ്മളിവിടെ നിർവഹിച്ചു കഴിഞ്ഞത്. അതിന് നമുക്ക് പ്രിയങ്കരിയായ നമ്മുടെ MP പ്രിയങ്ക ഗാന്ധി ഇതിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്തതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ജബി മേത്തർ MP അനുവദിച്ച 27,50,000 രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. AP അനിൽകുമാർ MLA ഫണ്ടിൽ നിർമ്മിച്ച റോഡും 3ാമത്തെ ഹോം കെയർ യൂണിറ്റും പ്രിയങ്ക ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. AP അനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാമൻകുട്ടി, വൈസ് പ്രസിഡന്റ് സജന മന്നിയിൽ, പഞ്ചായത്ത് അംഗങ്ങളായ T സുമ P, ഗീത, K കൃഷ്ണദാസ്, K ഷാനി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ അസോസിയേഷൻ പ്രസിഡന്റ് K മുഹമ്മദ് നജീബ്, ജനറൽ സെക്രട്ടറി KP വിജയകുമാർ, ട്രഷറർ CP റഷീദ്, സെക്രട്ടറി K ഉസ്മാൻ, T ശശിഭൂഷൺ, K രവികുമാർ എന്നിവർ പങ്കെടുത്തു. കർഷക സംഘം അമരമ്പലം പഞ്ചായത്ത് മേഖലാ കൺവെൻഷൻ നടത്തി. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് VK അനന്തകൃഷ്ണനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. പഴയകാല കർഷക പ്രസ്ഥാനത്തിന്റെ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ജീവിക്കും, എങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തെ പ്രതിരോധിക്കുമെന്നുണ്ടായിരുന്നു അവരഭിമുഖീകരിച്ചിരുന്ന പ്രശ്നം. അവിടെ മഴയും വെയിലും കാലാവസ്ഥയും ഒന്നും അവരെ തടഞ്ഞിരുന്നില്ല എന്നാണ് മനസ്സിലാക്കിയത്. മാറി വന്ന കാലത്തിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നതിനപ്പുറം ആ ഗുണങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന കാലത്ത് വന്ന വഴിയെ സംബന്ധിച്ച് ഒരല്പം ചിന്തിക്കാനും പരിശോധിക്കാനും നമ്മുടെ തലമുറയിലെ കർഷകർ തയ്യാറായാൽ ഒരു മഴയും ഒരു വെയിലും നമുക്കൊന്നിനും തടസ്സമാകില്ല എന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വാചകം പറയുന്നത്. മേഖലാ പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു. PT മോഹൻദാസ്, അനിത രാജു, PC നന്ദകുമാർ, മുകുന്ദ ഘോഷ്, പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PK പ്രമോജ് പ്രസിഡന്റ്, അനിത രാജു, ആലി തുമ്പ വൈസ് പ്രസിഡന്റുമാർ, PT മോഹൻദാസ് സെക്രട്ടറി, ദേവദാസ് M, സജീവ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാർ, AG ശശിധരൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. കേരള കർഷക സംഘത്തിൻ്റെ അമരമ്പലം മേഖലാ സമ്മേളനമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു ദിവസം തീരുമാനിച്ചിരുന്നെങ്കിലും അന്ന് പ്രതികൂലമായ കാലാവസ്ഥ കൊണ്ട് പരിപാടി മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഈ സമ്മേളനം ആരംഭിക്കുന്നത്. സമ്മേളനത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് പിണറായി സർക്കാർ OBC വിഭാഗങ്ങളോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് വണ്ടൂരിൽ നടന്ന BJP OBC മോർച്ച മലപ്പുറം ഈസ്റ്റ് ജില്ലാ നേതൃയോഗം ആവശ്യപ്പെട്ടു. OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി K ഷൈബു നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു. 27% സർക്കാർ ജോലി സംവരണം നടപ്പിലാക്കണമെന്ന് ഇന്ദിര സാനി കേസിലെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ പിണറായി സർക്കാർ തയ്യാറാകണമെന്ന് K ഷൈബു ആവശ്യപ്പെട്ടു. OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് സുധീഷ് വള്ളിക്കാട് അധ്യക്ഷത വഹിച്ചു. BJP ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിനോജ് പണിക്കർ, വൈസ് പ്രസിഡന്റ് K രാജൻ, OBC മോർച്ച സംസ്ഥാന സമിതി അംഗം NP പ്രകാശൻ, ജനറൽ സെക്രട്ടറിമാരായ ശശികുമാർ, ഭവീഷ് എന്നിവർ പ്രസംഗിച്ചു.
പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് AICC പ്രഖ്യാപിച്ച മെഗാ ഒപ്പ് ശേഖരണത്തിന് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിക്കടവിൽ തുടക്കം കുറിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം ഉദ്ഘാടനം ചെയ്തു. ജാഫർ പുലിയോടൻ, ബോബി സി മാമ്പ്ര, അസീസ് പാറപ്പുറം, PT ഉസ്മാൻ, ബിജു പുല്ലാട്ട്, KR ബാബു, M മുജീബ്, ഷംസുദ്ദീൻ PP, TA റജി എന്നിവർ നേതൃത്വം നൽകി. പഠനത്തോടൊപ്പം കലാകായിക രംഗത്തും മാനവേദൻ സ്കൂൾ മാതൃകയാണെന്ന് ആര്യാടൻ ഷൗക്കത്ത്. മാനവേദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവം നിലമ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. മാനവേദൻ സ്കൂളിനോട് അടങ്ങാതെ വാങ്ങും ഞങ്ങളൊക്കെ തന്നെ. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വളരെ അഭിമാനിക്കാവുന്ന. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാംതോപ്പിൽ അധ്യക്ഷത വഹിച്ചു. മിമിക്രി താരം ബറോസ് മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ അനിൽ പീറ്റർ, റുഖിയ, ഹെഡ്മാസ്റ്റർ AM അബ്ദുറഹിമാൻ, PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറം, SMC ചെയർമാൻ കോയ കടവത്ത്, MTA പ്രസിഡന്റ് റംസീന എന്നിവർ പ്രസംഗിച്ചു. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. വരൂ, ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ. ശോഭിക വെഡ്ഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് TVS നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെറും 4,999 രൂപ മാത്രം. ആദ്യ തവണയിൽ TVS ഇനി സ്വന്തമാക്കാം. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും. ഓണത്തിന് TVS വാഹനം വാങ്ങിക്കുന്നവർക്ക് 6000 രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം. കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് TV, കിച്ചൺ വെയർ, ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം. ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല. പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇനി ചിന്തിച്ചു നിൽക്കേണ്ട. ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. മൊബൈൽ 9117111171. അഴകിൻ റാണി നീ മഹാറാണി മഹാറാണി. കനവിൻ റാണി എന്നും മഹാറാണി മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. UK ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ. 8ഓളം ബ്രാഞ്ചുകളുമായി UK ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു. മഞ്ചേരി, എടക്കര, പൂക്കോട്ടുംപാടം, നിലമ്പൂർ, ചന്തക്കുന്ന്, വണ്ടൂർ, പാണ്ടിക്കാട്, മലപ്പുറം. ഭാഗ്യധാര,
സ്ത്രീശക്തി, ധനലക്ഷ്മി, കാരുണ്യ പ്ലസ്, സുവർണ കേരളം, കാരുണ്യ, സമൃദ്ധി. ദിനം തോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. PSC അംഗീകൃത കോഴ്സുകളായ GNM, BSc MLT, DPharm, OT and AT, ANM, DMLT, ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ്. എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ഫോൺ 8907638290. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി കേരള NGO യൂണിയൻ കലാകായിക സാംസ്കാരിക വേദിയായ ജ്വാലയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ കലോത്സവം വണ്ടൂരിൽ നടന്നു. സർഗോത്സവ എന്ന പേരിൽ VMC ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി സാഹിത്യകാരി ദീപ നിശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഈ ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരകളായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ ദ്രോണാചാര്യരെയും അർജുനനെയും ഒന്നുമല്ല, സോക്രട്ടീസിനെയും പ്ലേറ്റോയെയും അരിസ്റ്റോട്ടലിനെയും ഒക്കെയാണ്. കാരണം അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു മാതൃകയും ഒരു സംവാദത്തിൻ്റെ ഒരു മാതൃകയും നമ്മുടെ ഒരു കാഴ്ചപ്പാടില് നമ്മുടെ അധ്യാപകർ റേഡിയോ പ്രഭാഷണം പോലെയാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങോട്ട് നമ്മുടെ ഒരു ഗുരു സങ്കല്പം തന്നെ അടിമത്തത്തെ പുനരാവിഷ്കരിക്കുന്ന ഒരു സങ്കല്പമാണ് നമുക്കുള്ളത്. അധ്യാപകർ പറയുന്നു. ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, കവിതാപാരായണം, മാപ്പിളപ്പാട്ട്, മോണോ ആക്ട്, നാടോടി നൃത്തം, മിമിക്രി, ഒപ്പന, തിരുവാതിരകളി, നാടൻപാട്ട്, മൂകാഭിനയം തുടങ്ങിയ ഇനങ്ങളിൽ വിവിധ ഏരിയകളിൽ നിന്നായി 300ഓളം ജീവനക്കാർ പങ്കെടുത്തു. സർക്കാരിൻ്റെ വികസന പദ്ധതികളായ ലൈഫ്, ആർദ്രം, കെ സ്മാർട്ട്, കിഫ്ബി, വാട്ടർ മെട്രോ, ഹൃദ്യം, ഹരിതം എന്നീ 7 വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത്. വിജയികൾ ഒക്ടോബർ 2-ന് മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കും. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് NK ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K വിജയകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P വേണുഗോപാൽ, VP സിനി, ജില്ലാ സെക്രട്ടറി VK രാജേഷ്, പ്രോഗ്രാം കൺവീനർ K സുനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു. എന്തിനു നൽകി സ്ത്രീ ജന്മം, കരയാൻ മാത്രമാ
വണ്ടൂർ കുറ്റിയിൽ സാംസ്കാരിക വേദിയുടെ ആരോഗ്യ പരിപാലന പദ്ധതിക്ക് തുടക്കമായി. സാംസ്കാരിക വേദി ആരോഗ്യ പരിപാലന രംഗത്തേക്കും കടക്കുന്നതിന്റെ ഭാഗമായാണ് സൗജന്യമായി സഹായ ഉപകരണങ്ങൾ നൽകുന്നത്. പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK ഹസ്കർ ഉദ്ഘാടനം ചെയ്തു. കാരണം ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് വളരെ നല്ലൊരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വണ്ടൂർ ഏറെ ആഗ്രഹിച്ച, ഒരുപാട് വർഷങ്ങളായി പ്രതീക്ഷിച്ചിരുന്ന വണ്ടൂർ ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റ് ഇന്ന് പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി നാടിന് സമർപ്പിച്ച ഒരു ചടങ്ങും അതോടൊപ്പം തന്നെ മനോഹരമായിട്ടുള്ള ചടങ്ങുകളാണ് രണ്ടാമത് എത്തി നിൽക്കുന്നത്. ഒരു നാടിൻ്റെ ഇപ്പോൾ ഞാൻ ഈ സാംസ്കാരിക വേദിക്ക് പ്രിയപ്പെട്ട തങ്ങൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത് നാട്ടിലെ ഒരു സംരംഭമുണ്ട്, കുട്ടികളെ വിളിക്കും, പിന്നെ ഇപ്പോൾ സമയമില്ലെങ്കിലും അതിന് ഡേറ്റ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് നമുക്ക് വലിയ തിരക്കിൽ ആളായിട്ടുണ്ടെങ്കിൽ പോലും ചില ദിവസങ്ങളിൽ ചിലപ്പോൾ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ കടന്നു വരുമ്പോൾ സത്യത്തിൽ ഇത്ര വലിയൊരു പരിപാടിയായിട്ട് ഞാൻ കണ്ടില്ല. കാരണം വീൽ ചെയറുകൾ, വാക്കിംഗ് സ്റ്റിക്കുകൾ, മെഡിക്കൽ കിടക്കകൾ, കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ കട്ടിലുകൾ തുടങ്ങിയ സഹായ ഉപകരണങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുവാനായി നൽകുന്നത്. സുമനസ്സുകളുടെ സഹായത്തോടുകൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രദേശത്തെ 500-ലധികം വരുന്ന കുടുംബങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച കൂട്ടായ്മയാണ് കുറ്റിയിൽ സാംസ്കാരിക വേദി. തെരഞ്ഞെടുത്ത 19 അംഗ കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. സാംസ്കാരിക വേദി പ്രസിഡന്റ് എടപ്പറ്റ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ സാംസ്കാരിക വേദി മുഖ്യ രക്ഷാധികാരി VK തങ്ങൾ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ, വാർഡ് അംഗങ്ങളായ V ജ്യോതി, M ദസാബുദ്ദീൻ, ഷെരീഫ് തുറക്കൽ, നൌഫൽ പറക്കുളം, സെക്രട്ടറി നെച്ചിക്കാടൻ ആബിദ്, ട്രഷറർ പുലത്ത് സുൽഫീക്കർ, V സിറാജ്, ഷാഹുൽ ഹമീദ്, CH റബീഹ, VP പ്രദീപ് എന്നിവർ പങ്കെടുത്തു. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഇൻക്ലൂസീവ് സ്പോർട്സ് സംഘടിപ്പിച്ചു. വാണിയമ്പലം GHSS ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ അത്ലറ്റിക്സ് ഇനങ്ങളിലും ഗെയിം ഇനങ്ങളിലുമായി 45ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. സമഗ്ര ശിക്ഷ കേരളം വണ്ടൂർ BRCയുടെ കീഴിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായിട്ടാണ് ഇൻക്ലൂസീവ് സ്പോർട്സ് സംഘടിപ്പിച്ചത്. വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VM സീന ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷമായ നിമിഷമാണല്ലേ നമ്മുടെ കുട്ടികളുടെ കായികമേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എല്ലാ കുട്ടികളും പലവിധ കഴിവുകളുള്ള കുട്ടികളാണ്. എല്ലായിടത്തും സ്കൂളിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും BRCയിലെ അധ്യാപകർ എല്ലാവരും കൂടി നിങ്ങളുടെ BPC ഷൈജി T മാത്യു, GHSS വാണിയമ്പലം പ്രിൻസിപ്പൽ അനിത, HM ഷൗക്കത്ത് അലി, സുബ്ബരാജ്, ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. ജില്ലാ മത്സരങ്ങൾക്കായുള്ള സെലക്ഷനും നടത്തി. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും മെഡലുകൾ വിതരണം ചെയ്തു. ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ഇൻക്ലൂസീവ് കായികമേള നിലമ്പൂർ മാനവേദൻ സ്കൂൾ സ്പോർട്സ് ഗ്രൗണ്ടിലും നടന്നു. ഇൻക്ലൂസീവ് കായികമേളയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ നിർവഹിച്ചു. സബ് ജില്ലയിൽ നിന്നുള്ള പൊതുവിദ്യാലയങ്ങളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹാൻഡ്ബോൾ, ബാഡ്മിൻ്റൺ, ബോച്ചെ തുടങ്ങിയ ഗെയിമുകളിലും സ്റ്റാൻഡിംഗ് ജമ്പ്, സ്റ്റാൻഡിംഗ് ത്രോ, 100 മീറ്റർ ഓട്ടം, റിലേ തുടങ്ങിയ അത്ലറ്റിക് ഇനങ്ങളിലുമായി 62 കുട്ടികളാണ് പങ്കെടുത്തത്. മത്സരങ്ങൾക്ക് ശേഷം നടന്ന സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ റഫീഖ് PV നിർവഹിച്ചു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും നൽകി. യോഗത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജേക്കബ് സത്യൻ, ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ അബ്ദുറഹിമാൻ എന്നിവർ പങ്കെടുത്തു. ട്രെയിനർ ഷീജ MP സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റൂബി മാത്യു നന്ദിയും പറഞ്ഞു. SKJM വണ്ടൂർ റേഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ മിലാദ് റാലി സംഘടിപ്പിച്ചു. വാർത്ത കാണാം. ചെട്ടിയാറമ്മലിൽ നിന്ന് പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം ലത്തീഫയുടെ പ്രാർത്ഥനയോടുകൂടിയാണ് റാലി ആരംഭിച്ചത്. 12ഓളം മദ്രസയിലെ ഉസ്താദുമാരും ബഹുജനങ്ങളും ചേർന്ന് സംയുക്തമായി നടത്തിയ റാലിക്ക് 12 ദഫ് സംഘങ്ങളും മിഴിവേകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി ഭൂമി എന്ന ആവശ്യം യാഥാർത്ഥ്യമായി. പൂക്കോട്ടുംപാടം തോട്ടേക്കാടിൽ കണ്ടെത്തിയ 5 ഏക്കർ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി.
സാങ്കേതിക നടപടികൾ കൂടി കഴിഞ്ഞാൽ കെട്ടിട നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്ന് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ്. MP ഫണ്ടിന്റെയും കേന്ദ്ര ഫണ്ടിന്റെയും അവലോകനം. വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി MP-യുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. നിലമ്പൂർ വനമേഖലയിലെ ചോലനായ്ക്കർ ഉൾപ്പെട്ട ആദിവാസി വിഭാഗത്തിന് ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായങ്ങൾ എത്തിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി. ആരോഗ്യമേഖലയിൽ സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ വിജയകരമെന്ന് കായിക ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. നിലമ്പൂർ നഗരസഭയിലെ മുമ്മുള്ളി കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് കാർഡ് വിതരണവും സ്ത്രീ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വിശദമായ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. 1TV ന്യൂസിൽ വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 8:30-നും രാത്രി 10 മണിക്കും, പുനഃസംപ്രേഷണം രാവിലെ 8:30-ന്. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിംഗ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര.